ഹലോ ഡിയർ സ്റ്റുഡൻസ്, ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ബേസിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറഞ്ഞു അല്ലേ. ഇൻ ദിസ് എപ്പിസോഡ് വി ആർ ഡിസ്കസിങ് മോഡുലേഷൻ. മോഡുലേഷൻ എന്താണെന്ന് അറിയാം. പ്രോസസ് ഓഫ് മിക്സിംഗ് ലോ ഫ്രീക്വൻസി മോഡുലേറ്റിംഗ് സിഗ്നൽ വിത്ത് ഹൈ ഫ്രീക്വൻസി കാരിയർ സിഗ്നൽ ഈസ് കാൾഡ് മോഡുലേഷൻ. ഞാൻ പറഞ്ഞു കുറേ ടൈപ്പ് മോഡുലേഷൻ ഉണ്ട്. നമുക്ക് ബേസിക്സ് നോക്കാം. കണ്ടിന്യൂസ് വേവ് മോഡുലേഷൻ, പൾസ് വേവ് മോഡുലേഷൻ. മോഡുലേഷനെ മെയിൻലി നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ കണ്ടിന്യൂസ് വേവ് മോഡുലേഷൻ, സെക്കൻഡ് വൺ പൾസ് വേവ് മോഡുലേഷൻ. ഈ കണ്ടിന്യൂസ് വേവ് മോഡുലേഷൻ നമ്മൾ മെയിൻലി മൂന്നെണ്ണമാണ്: ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഫ്രീക്വൻസി മോഡുലേഷൻ, പൾസ് മോഡുലേഷൻ. ഏതൊക്കെയാണ്? ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഫ്രീക്വൻസി മോഡുലേഷൻ, ഫേസ് മോഡുലേഷൻ. ഫേസ് മോഡുലേഷൻ മൂന്നെണ്ണം. ഫേസ് മോഡുലേഷൻ, പൾസ് അല്ല, ഫേസ് മോഡുലേഷൻ. അത് കണ്ടിന്യൂസ് വേവ് മോഡുലേഷനിലാണ് ഈ മൂന്ന് കാറ്റഗറി മെയിൻലി വരുന്നത്. ദെൻ അനദർ ടൈപ്പ് പൾസ് വേവ് മോഡുലേഷൻ. പൾസ് വേവ് മോഡുലേഷൻ. പൾസ് വേവ് മോഡുലേഷൻ എന്ന് പറഞ്ഞ കാറ്റഗറി സിഗ്നൽസ് പൾസ് ഫോമിലായിരിക്കും, ഡിജിറ്റൽ ഫോമിലായിരിക്കും. അവിടെ നമുക്ക് മൂന്ന് ടൈപ്പാണ് വരുന്നത്. പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, അതിനെ നമ്മൾ PAM എന്നാണ് പറയുക. PAM, പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ദെൻ പൾസ് ടൈം മോഡുലേഷൻ, PTM എന്ന് പറയും. PTM, പൾസ് ടൈം മോഡുലേഷൻ. ഇപ്പം മെയിൻലി രണ്ട് ക്ലാസിഫിക്കേഷനാണ് ഇവിടെ. മൂന്നെണ്ണം കാണിച്ചിട്ടുണ്ട്. മെയിൻലി രണ്ടെണ്ണമാണ്: പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനും പൾസ് ടൈം മോഡുലേഷനും. പൾസ് ടൈം മോഡുലേഷനെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. നോക്കൂ ഏതൊക്കെയാണ്. പൾസ് വിഡ്ത്ത് മോഡുലേഷൻ, PWM, NCERT ബുക്കിൽ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പൾസ് പൊസിഷൻ മോഡുലേഷൻ, PPM. ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ദെൻ ഒരു തേർഡ് കാറ്റഗറി ഞാൻ പറഞ്ഞു, പൾസ് കോഡ് മോഡുലേഷൻ. ഇവിടെ എന്താ അറിയോ, അനലോഗ് സിഗ്നലുകളെ റെഗുലർ ടൈം ഇൻ്റർവെലിൽ നമ്മൾ സാമ്പിൾ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു അനലോഗ് സിഗ്നൽ ഒരു അനലോഗ് സിഗ്നൽ എന്ന് വിചാരിച്ചു. അനലോഗ് സിഗ്നൽ ഇപ്പോൾ നമ്മൾ റെഗുലർ ടൈം ഇൻ്റർവെൽ സാമ്പിൾ ചെയ്യും. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ടൈം 1 സെക്കൻഡ്, ആ സമയത്ത് 3 വോൾട്ടാണെന്ന് വിചാരിച്ചോളൂ. ആ 3 വോൾട്ടിനെ നമ്മൾ ബൈനറി മെത്തേഡ് ഉപയോഗിച്ച് എന്ത് ചെയ്യും? ബൈനറി മെത്തേഡിലോട്ട് കൺവേർട്ട് ചെയ്യും. നമുക്കറിയാം 2 1 1. അപ്പോൾ നമുക്ക് 3 എന്ന് പറഞ്ഞ നമ്പറിനെ ബേസ് 10 ആണെങ്കിൽ അയാളെ 1 1 എന്ന് പറഞ്ഞ ഫോർമാറ്റിലോട്ട് മാറ്റി എഴുതാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ ഈ 3 വോൾട്ടിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും? 1 1 ഹൈ എന്ന് പറഞ്ഞാൽ റെപ്രസെൻ്റ് ചെയ്യും. അങ്ങനെ അനലോഗ് സിഗ്നലുകളെ റെഗുലർ ടൈം ഇൻ്റർവെലിൽ സാമ്പിൾ ചെയ്ത് ഡിജിറ്റൽ കൺവെർട്ടേഷൻ നടത്തുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് പൾസ് കോഡ് മോഡുലേഷൻ. ഈ പൾസ് കോഡ് മോഡുലേഷൻ ഇപ്പോൾ നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു മോഡുലേഷനാണ്. ഈ പൾസ് കോഡ് മോഡുലേഷൻ നമ്മൾ ഡിജിറ്റൽ മോഡുലേഷനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഡിജിറ്റൽ മോഡുലേഷനിൽ 3 കാറ്റഗറി വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തു. എന്തായിരുന്നു? കമോൺ പറയൂ. ASK, FSK, PSK. ഇത് മൂന്നും ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം എന്താണ് ഈ മൂന്നെണ്ണമെന്ന്. അപ്പോൾ ക്ലാസിഫിക്കേഷനിലേക്ക് വീണ്ടും വരാം. മോഡുലേഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. മെയിൻലി മോഡുലേഷൻ 2 ടൈപ്പാണ്: കണ്ടിന്യൂസ് വേവ് മോഡുലേഷനും പൾസ് വേവ് മോഡുലേഷനും. കണ്ടിന്യൂസ് വേവ് മോഡുലേഷൻ നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു: ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഫ്രീക്വൻസി മോഡുലേഷൻ, ഫേസ് മോഡുലേഷൻ. ദെൻ പൾസ് മോഡുലേഷൻ വേറെ കാറ്റഗറി, അയാളെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തു. 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു: പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, പൾസ് ടൈം മോഡുലേഷൻ, പൾസ് കോഡ് മോഡുലേഷൻ. ഈ പൾസ് ടൈം മോഡുലേഷൻ ഫർദർ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഏതൊക്കെയാണ്? പൾസ് വിഡ്ത്ത് മോഡുലേഷനും പൾസ് പൊസിഷൻ മോഡുലേഷനും. ഇതെല്ലാം ഞാൻ ഡയഗ്രാമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, AM. എന്താണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ? പ്രോസസ് ഓഫ് ചേഞ്ചിങ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് എ കാരിയർ വേവ് in accordance with the amplitude of the audio frequency is known as amplitude modulation. What is amplitude modulation? The process of changing amplitude of carrier wave in accordance with amplitude of the modulating signal is called amplitude modulation. നമുക്ക് നോക്കാം, അതിൻ്റെ മാത്തമാറ്റിക്കൽ പാർട്ടിലോട്ട് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നോക്കൂ, ഇതാണ് കാരിയർ വേവ്. HF മീൻസ് ഹൈ ഫ്രീക്വൻസി കാരിയർ വേവ്. ആ സിഗ്നലിനെ ആരാ പ്രൊഡ്യൂസ് ചെയ്തത്? അത് ഉണ്ടാക്കിയ ആളുടെ ആ അറേഞ്ച്മെൻറ്റിന് നമ്മൾ പറയുന്ന പേരാണ്
RF ഓസിലേറ്റർ, റേഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റർ. ഓസിലേറ്റർ നമ്മൾ ഇലക്ട്രോണിക്സിൽ പഠിച്ചു കഴിഞ്ഞതാണ്. ഓസിലേറ്റർ ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്ട് DC ടു AC. ഡയറക്റ്റ് കറണ്ടിനെ ആൾട്ടർനേറ്റിംഗ് കറണ്ടാക്കി മാറ്റുന്ന ആളാണ് ഓസിലേറ്റർ. ആ ഓസിലേറ്ററാണ് നമുക്ക് ഹൈ ഫ്രീക്വൻസിയിലുള്ള ഒരു സിഗ്നൽ ഉണ്ടാക്കി തരുന്നത്. ആ ഹൈ ഫ്രീക്വൻസി സിഗ്നലിനെ പറയുന്ന പേരാണ് കാരിയർ സിഗ്നൽ. നോക്കൂ, കാരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഇതാണ് വേവ് ലെങ്ത്. നിങ്ങൾക്കറിയാം ക്രസ്റ്റ് തമ്മിലുള്ള സെപ്പറേഷനാണ് വേവ് ലെങ്ത്. അതിൻ്റെ നിങ്ങൾക്കറിയാം ഫ്രീക്വൻസി ഈസിക്കൽ ടു V/λ. ഇവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിലേക്കൊക്കെ വരുമ്പോൾ C/λ എന്ന് പറയും. ദെൻ നോക്കൂ, ഇത് ലോ ഫ്രീക്വൻസി സിഗ്നലാണ്, ലോ ഫ്രീക്വൻസി മോഡുലേറ്റിംഗ് സിഗ്നൽ. മോഡുലേറ്റിംഗ് സിഗ്നൽ എന്ന് പറയുമ്പോൾ അതാണ് നമുക്ക് സെൻഡ് ചെയ്യേണ്ട സിഗ്നൽ, അതാണ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട സിഗ്നൽ. അപ്പോൾ ഈ സിഗ്നൽ ഡയറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതിന് കാരണം ഞാൻ പറഞ്ഞു. നോക്കൂ, ഇയാളുടെ വേവ് ലെങ്ത് കൂടുതലാണ്, ഫ്രീക്വൻസി കുറവാണ്, എനർജി കുറവാണ്. അതുകൊണ്ടാണ് ആ എനർജി കുറവുള്ള സിഗ്നലിനെ എനർജി കൂടിയ സിഗ്നലുമായിട്ട് ക്ലബ് ചെയ്യുന്നു. ക്ലബ് ചെയ്തതിന് ശേഷമുള്ള സിഗ്നലാണ് നിങ്ങൾ ഈ കാണുന്നത്. ദിസ് ഈസ് AM വേവ്. നോക്കൂ, ഇതാണ് കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. നമ്മൾ EC എന്ന് പറഞ്ഞു. അയാളുടെ കൂടെ നമ്മൾ സിഗ്നൽ കൂടെ മിക്സ് ചെയ്തു. മിക്സ് ചെയ്യാൻ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. എന്ത് സംഭവിച്ചു നോക്കൂ, 0. കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇത്രയും ഉണ്ടായിരുന്നു, കൂടിയുണ്ടോ? ഈ വാല്യൂ നിങ്ങൾ നോക്കൂ, കൂടി. ദെൻ ഇത്തിരി കുറഞ്ഞു മിനിമായി. നോക്കൂ, ഇവിടേക്കൊക്കെ എത്തുമ്പോൾ ഈ വാല്യൂ കുറഞ്ഞ് എന്തായിട്ട് മിനിമായിട്ട് മാറി. പിന്നെ വീണ്ടും കൂടി മാക്സിമായി. പിന്നെ വീണ്ടും കുറഞ്ഞ് മിനിമായി. പിന്നെ വീണ്ടും കൂടി മാക്സിമായി. ഇതാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ഇപ്പം എന്താണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ? നോക്കൂ, ഇയാളുടെ പീക്ക് വാല്യൂ ഞാൻ ഇവിടെ EC എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇയാളുടെ പീക്ക് വാല്യൂ EM എന്നും മാർക്ക് ചെയ്തിട്ടുണ്ട്. കാരിയറിൻ്റെ പീക്ക് വാല്യൂ EC, സിഗ്നലിൻ്റെ പീക്ക് വാല്യൂ EM. എന്തുണ്ടായി അറിയോ? രണ്ടും കൂടെ ക്ലബ് ചെയ്തപ്പോൾ നോക്കൂ, ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടി മാക്സിമം. ഇവിടെ മാക്സിമം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് EC + EM വരെ പോകും. ദെൻ സിഗ്നലിൻ്റെ വോൾട്ടേജ് കുറഞ്ഞു വരുമ്പോൾ കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരുന്നു. ഇവിടെ 0 വന്നു അല്ലേ? 0 വരുമ്പോൾ ഏകദേശം പഴയ അതേ ആംപ്ലിറ്റ്യൂഡ് തന്നെ നിൽക്കുന്നു. ദെൻ നെഗറ്റീവ് ആസൈക്കിൾ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നെഗറ്റീവ് ആസൈക്കിൾ വരുമ്പോൾ നോക്കൂ, കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരുന്നു. ഇത് മിനിമം വാല്യൂ ആണ്. ഈ മിനിമം എന്ന് പറയുമ്പോൾ EC - EM എന്ന് വരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഡ്യൂറിങ് ദ പോസിറ്റീവ് ആസൈക്കിൾ ഓഫ് ദി മോഡുലേറ്റിംഗ് സിഗ്നൽ, ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി കാരിയർ വേവ് ഇൻക്രീസസ്. During the negative half cycle of the modulating signal, amplitude of the carrier wave decreases. Increase ചെയ്ത് മാക്സിമം എത്ര വരെ പോകാം? EC + EM വരെ പോകാം. കുറഞ്ഞ എത്ര വരെ വരാം? EC - EM വരെ പോകാം. മിനിമം വാല്യൂ EC - EM വരെ പോകാം. അപ്പോൾ എന്ത് സംഭവിച്ചു അറിയോ? സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച്, അതായത് മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ച് കോൺസ്റ്റൻ്റായി നിന്നിരുന്ന കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ആവുന്നു. നോക്കൂ, ഇതിൻ്റെ എൻവലപ്പ് വരച്ച ഇൻട്രസ്റ്റിംഗ് ആയ സംഭവം നിങ്ങൾക്ക് മനസ്സിലാവേണ്ട. എൻവലപ്പ് വരച്ചാലേ ഈ എൻവലപ്പും ഈ സിഗ്നലിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജസും സെയിം ആയിരിക്കും. ഇവിടെയുണ്ട്, എൻവലപ്പ് വരയ്ക്കാം. ഇങ്ങനെ പോകുന്നത്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്, ഇങ്ങനെ സംഭവിക്കുമ്പോഴും ഈ കാരിയറിൻ്റെ ഫ്രീക്വൻസി ഉണ്ടല്ലോ, അത് മാറുന്നില്ല. എന്താണ് മാറുന്നത്? കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുന്നു കുറയുന്നു. ക്ലിയർ അല്ലേ? അപ്പോൾ ദ പ്രോസസ് ഓഫ് ചേഞ്ചിങ് ആംപ്ലിറ്റ്യൂഡ്, ദാറ്റ് ഈസ് പീക്ക് വാല്യൂ ഓഫ് ദി കാരിയർ ഇൻ അക്കോർഡൻസ് വിത്ത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ സിഗ്നൽ ഈസ് കാൾഡ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ഓക്കെ, ദെൻ നമുക്ക് ഫ്യൂ മോർ പോയിന്റ്സ് പറഞ്ഞുതരാം. അപ്പോൾ മാക്സിമം വാല്യൂ എല്ലാവരും ഓർമ്മിച്ച് വെച്ചോളൂ. ഈ മാക്സിമം ഈസ് ഈക്വൽ ടു മാക്സിമം ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവിൻ്റെ ഈ മാക്സിമം ഈസ് ഈക്വൽ ടു EC + EM, അതായത് ഈ വാല്യൂ. ഈ മിനിമം ഈസ് ഈക്വൽ ടു EC - EM. ഇവിടെ നമ്മളൊരു ക്വാണ്ടിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. മോഡുലേഷൻ ഇൻഡെക്സ് എന്ന് പറയും, മ്യൂ. NCERT ബുക്കിൽ മ്യൂ എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചുള്ളത്.
മോഡുലേഷൻ ഇൻഡെക്സ് ഇൻ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, ഡെപ്ത് ഓഫ് മോഡുലേഷൻ എന്നൊക്കെ പറയും അതിനെ. മോഡുലേഷൻ ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഇ സി ബൈ ഇ സി, ചേഞ്ച് ഇൻ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി കാരിയർ വേവ് ബൈ ഒറിജിനൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി കാരിയർ വേവ്. നിങ്ങൾ നോക്കൂ, ഓൾറെഡി ഇയാളുടെ ആംപ്ലിറ്റ്യൂഡ് ഇ സി ആയിരുന്നു, അത് കൂടി 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 ഏതുവരെ പോയിട്ടുണ്ട്? ഇ സി പ്ലസ് ഇ എം വരെ പോയിട്ടുണ്ട്. അപ്പോൾ ചേഞ്ച് എത്രയാ? ഇ സി പ്ലസ് ഇ എം മൈനസ് ഇ സി, ദാറ്റ് ഈസ് ഡെൽറ്റ ഇ സി എന്ന് പറയുമ്പോൾ അത് ആരായിരിക്കും? ഇറ്റ് ഈസ് ഇ എം. സോ ഇ എം ബൈ ഇ സി. ഈ ക്വാണ്ടിറ്റി ഓർമ്മിച്ച് വെച്ചോളൂ. മോഡുലേഷൻ ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി കാരിയർ വേവ്, ദാറ്റ് ഈസ് ഇ എം ബൈ ഇ സി. അപ്പോൾ ഹൗ വി ക്യാൻ ഫൈൻഡ് മോഡുലേഷൻ ഇൻഡെക്സ് ഇൻ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ? പറയൂ, എങ്ങനെ കണ്ടുപിടിക്കും? സിംപ്ലി സിഗ്നലിൻ്റെ പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജിനെ കാരിയറിൻ്റെ പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, സിഗ്നലിൻ്റെ പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജിനെ കാരിയറിൻ്റെ പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നു? സോറി, ദിസ് ഈസ് നോട്ട് ഇ, ദിസ് ഈസ് മ്യൂ. മോഡുലേഷൻ ഇൻഡെക്സ്. So what is amplitude modulation? The process of changing amplitude, that is peak value of carrier, in accordance with amplitude of the signal is called amplitude modulation. How we can find modulation index in amplitude modulation? We can find the modulation index by simply dividing peak value of modulating signal by peak value of carrier signal. Peak value എന്ന് പറയുമ്പോൾ വോൾട്ടേജിൻ്റെ അല്ലെങ്കിൽ കറണ്ടിൻ്റെ വാല്യൂസാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവിൻ്റെ ഇക്വേഷൻ പറഞ്ഞുതരാം. നമുക്ക് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവിൻ്റെ ഇക്വേഷൻ നോക്കൂ. സി ഓഫ് ടി, എ സി സൈൻ ഒമേഗ സി ടി, അതാണ് നമ്മൾ നേരത്തെ കണ്ട കാരിയർ വേവ് ഉണ്ടല്ലോ, ഹൈ ഫ്രീക്വൻസി ഉള്ള സിഗ്നൽ, അയാളുടെ ഫ്രീക്വൻസിയാണ് ഒമേഗ സി, ആംഗുലാർ ഫ്രീക്വൻസി. അതുപോലെ തന്നെ അയാളുടെ ആംപ്ലിറ്റ്യൂഡ് എ സി, അതായത് മാക്സിമം വാല്യൂ ആണ് നമ്മൾ എ സി എന്ന് എടുക്കുന്നത്, എ സി. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ കാരിയർ വേവിൻ്റെ ഇക്വേഷൻ എഴുതി. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് കാരിയർ വേവ്? എ സി സൈൻ ഒമേഗ സി ടി. ഹിയർ എ സി ഇസ് ദ പീക്ക് വോൾട്ടേജ് ഓഫ് കാരിയർ വേവ്, ഒമേഗ സി ഇസ് ദ ആംഗുലാർ ഫ്രീക്വൻസി ഓഫ് ദി കാരിയർ വേവ്. ദെൻ എം ഓഫ് ടി. എന്താ എം ഓഫ് ടി? എം ഓഫ് ടി എന്ന് പറയുമ്പോൾ നമ്മളെടുത്ത സിഗ്നൽ ഇല്ലേ, ലോ ഫ്രീക്വൻസി ഉള്ള നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട സിഗ്നൽ, അയാളുടെ ആംപ്ലിറ്റ്യൂഡാണ് എ എം. അതുപോലെ തന്നെ അയാളുടെ വേവ് ലെങ്ത് കണ്ടുപിടിച്ച അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ഒമേഗ എം. സോ എം ഓഫ് ടി, ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ദ മോഡുലേറ്റിംഗ് സിഗ്നൽ, ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട സിഗ്നൽ. ഹിയർ എ എം ഈസ് ദ പീക്ക് വോൾട്ടേജ് ഓഫ് ദ സിഗ്നൽ, ഒമേഗ എം ഈസ് ദ ആംഗുലാർ ഫ്രീക്വൻസി ഓഫ് ദ മോഡുലേറ്റിംഗ് സിഗ്നൽ. ഇനി ഇവരെ രണ്ടുപേരെയും കൂടെ നമ്മൾ മിക്സ് ചെയ്യുന്നു. മിക്സ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ഫാഷനിലാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. എന്തിലാണ് മാറ്റം വരുത്തുന്നത്? കാരിയർ സിഗ്നലിൻ്റെ പീക്ക് വാല്യൂവിലാണ് നമ്മൾ മാറ്റം വരുത്തുന്നത്. കാരിയർ സിഗ്നലിൻ്റെ പീക്ക് വാല്യൂവിലാണ് നമ്മൾ മാറ്റം വരുത്തുന്നത്. നോക്കൂ, അപ്പോൾ എന്താ ചെയ്തത്? സി എം ഓഫ് ടി. സി എം ഓഫ് ടി എന്ന് പറയുമ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് ഓഫ് ദി ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ്. ഇതെന്താ? ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് ഓഫ് ദി കാരിയർ വേവ്. ഇതോ ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് ഓഫ് ദി മോഡുലേറ്റിംഗ് സിഗ്നൽ. ഇതോ രണ്ടുപേരെയും കൂടെ മിക്സ് ചെയ്യാണ്. അങ്ങനെയുള്ള ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവിൻ്റെ എന്ത് ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജിനുള്ള ഇക്വേഷനാണ് നമ്മൾ എഴുതുന്നത്. നമ്മൾ എന്താ ചെയ്തത്? സി എം ഓഫ് ടി ഈസ് ഈക്വൽ ടു എ സി, അതാണല്ലോ ചേഞ്ച് ആവുന്നത്. അതിൻ്റെ കൂടെ ഇയാളെ പിടിച്ചങ്ങ് ആഡ് ചെയ്തു. സോ എ സി പ്ലസ് എ എം സൈൻ ഒമേഗ എം ടി. കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡിന് കൂടെ നമ്മൾ ആരെ ആഡ് ചെയ്തു? എ എം സൈൻ ഒമേഗ എം ടി ആഡ് ചെയ്തു ഇൻറ്റു സൈൻ ഒമേഗ എം ടി. ക്ലിയർ അല്ലേ? നമ്മളിവിടെ എ സി കോമൺ ആക്കി എടുത്തു. അപ്പോൾ എ സി ഇൻറ്റു 1 പ്ലസ് എ എം ബൈ എ സി സൈൻ ഒമേഗ എം ടി ഇൻറ്റു സൈൻ ഒമേഗ സി ടി. ക്ലിയർ അല്ലേ? എന്താ ചെയ്തത്? എ സിയുടെ കൂടെ എ എം സൈൻ ഒമേഗ എം ടിയെ നമ്മൾ ആഡ് ചെയ്തു ഇൻറ്റു സൈൻ ഒമേഗ സി ടി. നമ്മളിവിടെ എ സി കോമൺ ആക്കി. അപ്പോൾ എ സി സൈൻ ഒമേഗ സി ടി ഫസ്റ്റ് ടേം പ്ലസ് ഈ എ എം ബൈ എ സി നമ്മൾ നേരത്തെ പറഞ്ഞു മ്യൂ ഈസ് ഈക്വൽ ടു ഇ എം ഡിവൈഡർ ബൈ ഇ സി എന്ന് പറഞ്ഞല്ലോ. ഇവിടെ നമ്മൾ ഇ എമ്മിന് പകരം എന്ത് ഉപയോഗിച്ചു? എ എം. എൻ സി ആർ ടി ബുക്കിൽ എ എം ബൈ എ സി. അപ്പോൾ എ എം ബൈ എ സി ഈസ് റീപ്ലേസ്ഡ് ബൈ മ്യൂ. മ്യൂ ഈസ് കാൾഡ് മോഡുലേഷൻ ഇൻഡെക്സ്. മ്യൂ എ സി ഇൻറ്റു സൈൻ ഒമേഗ എം ടി ഇൻറ്റു സൈൻ ഒമേഗ സി ടി. ഇത് നമുക്ക് ട്രിഗണോമെട്രിക്കലി റീഅറേഞ്ച് ചെയ്യാം. സൈൻ എ ഇൻറ്റു സൈൻ ബി. ഇപ്പോൾ
പുതിയ ഇക്വേഷൻ കിട്ടുന്നു. സി എം ഓഫ് ടി ഈസികൾ എ സി സൈൻ ഒമേഗ സി ടി ഫസ്റ്റ് ടേം പ്ലസ് മ്യൂ എ സി ബൈ 2 ഇൻറ്റു കോസ് ഒമേഗ സി മൈനസ് ഒമേഗ എം ഇൻറ്റു ടി. മ്യൂ എ സി ബൈ 2 ഇൻറ്റു കോസ് ഒമേഗ സി മൈനസ് ഒമേഗ എം ഇൻറ്റു ടി. സൈൻ എ ഇൻറ്റു സൈൻ ബി. ദെൻ അടുത്ത ടേം മ്യൂ എ സി ബൈ 2 ഇൻറ്റു കോസ് ഒമേഗ സി പ്ലസ് ഒമേഗ എം ഇൻറ്റു ടി. അപ്പം ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. This is the equation for instantaneous voltage of carrier wave. This is the equation for instantaneous voltage of modulating signal. This is the expression for instantaneous voltage of the amplitude modulated wave. Amplitude modulated wave. ഇപ്പോൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവിനെ നമ്മൾ അനലൈസ് ചെയ്താൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. അതിനകത്ത് 3 വേവ്സ് വരുന്നുണ്ട്. 3 സിമ്പിൾ ഹാർമോണിക് വേവ്സിൻ്റെ കോമ്പിനേഷൻ ആയിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമുക്ക് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവിൻ്റെ ഇക്വേഷൻ കിട്ടുന്നത്. അതിൽ ഫസ്റ്റ് ടേമിലേക്ക് നമ്മൾ നോക്കിയാൽ അയാളുടെ ഫ്രീക്വൻസി ഒമേഗ സി ആണ്. രണ്ടാമത്തതിൻ്റെ ഫ്രീക്വൻസി ഒമേഗ സി പ്ലസ് ഒമേഗ എം ആണ്. നമ്മളതിന് ലോവർ സൈഡ് ബാൻഡ് എന്നാണ് പറയുക. ലോവർ സൈഡ് ബാൻഡ്, അതായത് കരിയർ ഫ്രീക്വൻസിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത്തിരി കുറവ്, ഒമേഗ സി മൈനസ് ഒമേഗ എം. ദെൻ വൺ മോർ ടേം ഒമേഗ സി മൈനസ് ഒമേഗ എം പ്ലസ് ഒമേഗ എം ഉള്ള ഒരു ടേം കൂടെ ഉണ്ട്. ഇത് നമ്മൾ അപ്പർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസി എന്നാണ് പറയുക. ഇതിന് ലോവർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസി എന്ന് പറയും. ഇത് കാരിയർ ഫ്രീക്വൻസി. ഇപ്പം ഞാൻ പറഞ്ഞു ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് അനലൈസ് ചെയ്താൽ it's a combination of 3 simple harmonic wave. First having frequency omega c, second having omega c plus omega, not plus, minus omega m, third one omega c plus omega m. ഇനി അതുപോലെ തന്നെ ആംപ്ലിറ്റ്യൂഡിലോട്ട് നോക്കൂ. ഫസ്റ്റ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എ സി, സെക്കൻഡ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മ്യൂ എ സി ബൈ 2, തേർഡ് വേവിൻ്റെ മ്യൂ എ സി ബൈ 2. 3 പേരുണ്ട്. ഫ്രീക്വൻസി ഡിഫറൻറ്റ്, അതുപോലെ തന്നെ എന്തും ഡിഫറൻ്റ് ആണ്, ആംപ്ലിറ്റ്യൂഡ് ഡിഫറൻ്റ് ആണ്. പക്ഷേ ഇവരുടെ രണ്ടുപേരുടെയും ആംപ്ലിറ്റ്യൂഡ് സെയിം ആണ്. അതായത് ലോവർ സൈഡ് ബാൻഡിൻ്റെ ആംപ്ലിറ്റ്യൂഡും അപ്പർ സൈഡ് ബാൻഡിൻ്റെ ആംപ്ലിറ്റ്യൂഡും സെയിമാണ്. നോക്കൂ, രണ്ടും സെയിമാണ്. പക്ഷേ ഫ്രീക്വൻസി സെയിം അല്ല. ഒരാളുടെ ഒമേഗ സി പ്ലസ് ഒമേഗ എം ആണെങ്കിൽ ഒരാളുടെ ഒമേഗ സി മൈനസ് ഒമേഗ എം ആണ്. വേറെ ഇപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. എങ്ങനെയാണ് അത് എടുത്തത്? എ സിയുടെ കൂടെ നമ്മൾ ആരെ ആഡ് ചെയ്തു? എ എം സൈൻ ഒമേഗ എം ടി. എന്താ കാരണം? കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ചേഞ്ച് ഇൻ അക്കോർഡൻസ് വിത്ത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ സിഗ്നൽ. ഇപ്പോൾ ഇത് എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇതിന് ഇലക്ട്രോണിക് സർക്യൂട്ടുകളുണ്ട്. ഈ സർക്യൂട്ടുകൾ ഉപയോഗിച്ച് നമുക്ക് ആ റിക്വയർഡ് ഇക്വേഷനിലേക്ക് എത്താൻ പറ്റും, അല്ലെങ്കിൽ റിക്വയർഡ് റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ ഫ്യൂ മോർ പോയിന്റ്സ് കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നോക്കൂ, ഇതിൽ ഒമേഗ സി ഫ്രീക്വൻസി ഉള്ള സിഗ്നൽ ഉണ്ട്. അയാളുടെ ആംപ്ലിറ്റ്യൂഡ് നോക്കൂ, എത്രയാണ്? എ സി. ഒമേഗ സി ഫ്രീക്വൻസി ഉള്ള ആളുടെ ആംപ്ലിറ്റ്യൂഡ് എ സി ആണ്. ഇനി ഒമേഗ സി മൈനസ് ഒമേഗ എം ഫ്രീക്വൻസി ഉള്ള ഒരാളുണ്ട്. അയാളുടെ ആംപ്ലിറ്റ്യൂഡ് മ്യൂ എ സി ബൈ 2 ഉള്ളൂ. മ്യൂവിൻ്റെ വാല്യൂ ആൾവേസ് ലെസ് ദാൻ 1 വരുള്ളൂ. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. മ്യൂ ഈസ് ആൾവേസ് ലെസ് ദാൻ 1. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, മ്യൂ എ സി ബൈ 2ൻ്റെ വാല്യൂ ലെസ് ദാൻ എ സി. ഈ പോയിന്റ് മ്യൂ എ സി ബൈ 2. അതുപോലെ തന്നെ അടുത്ത ആളിലേക്ക് വരുമ്പോൾ അയാളുടെ ഫ്രീക്വൻസി ഒമേഗ സി പ്ലസ് ഒമേഗ എം ആണ്. ഇവിടെ പക്ഷേ അയാളുടെ ആംപ്ലിറ്റ്യൂഡ് സെയിം, മ്യൂ എ സി ബൈ 2. അങ്ങനെയാണെങ്കിൽ ഈ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് നമ്മൾ അനലൈസ് ചെയ്താൽ അതിൽ ഒമേഗ സി മൈനസ് ഒമേഗ എം ഫ്രീക്വൻസി തൊട്ട് ഒമേഗ സി പ്ലസ് ഒമേഗ എം ഫ്രീക്വൻസി വരുന്ന ആളുകളാണ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ബാൻഡ് വിഡ്ത്ത്. അപ്പോൾ വാട്ട് ഈസ് ബാൻഡ് വിഡ്ത്ത് ഓഫ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ? കമോൺ, അതായത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്കിൽ എത്ര ഫ്രീക്വൻസി റേഞ്ചിലുള്ള സിഗ്നൽസിനെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? ഇതാണ് മൈ ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ ബാൻഡ് വിഡ്ത്ത് ഇൻ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഈസ് ഈക്വൽ ടു, കമോൺ, ഒമേഗ സി പ്ലസ് ഒമേഗ എം മൈനസ് ഒമേഗ സി മൈനസ് ഒമേഗ എം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ടൈംസ് ഒമേഗ എം. 2 ടൈംസ് ഒമേഗ എം. ഇപ്പോൾ ബാൻഡ് വിഡ്ത്ത് ഓഫ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഈസ് 2 ടൈംസ് ഒമേഗ എം. ഓർമ്മിച്ച് വെച്ചോളൂ, ഇത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ്റെ ഒരു ഡ്രോബാക്കാണ്. എന്താ ഡ്രോബാക്ക് എന്ന് അറിയോ? നിങ്ങൾക്കറിയാം, ഒമേഗ സി ആണല്ലോ വലിയ സംഖ്യ, ഒമേഗ എം ആണല്ലോ ചെറിയ സംഖ്യ. അപ്പോൾ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുമ്പോൾ 2 ടൈംസ് ഒമേഗ എം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് സംഹൗ എ സ്മോൾ വാല്യൂ.
അതായത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ നെഗറ്റീവ് എന്താണ്? ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ്റെ ബാൻഡ് വിഡ്ത്ത് കുറവാണ്. അതുകൊണ്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം, ഒരു മ്യൂസിക്കൽ പ്രോഗ്രാം അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ വെച്ച് ഷെയർ ചെയ്യാൻ ശ്രമിച്ചാൽ ബാൻഡ് വിഡ്ത്ത് ലോ ആയതുകൊണ്ട് നമുക്ക് പിക്ചർ അല്ലെങ്കിൽ വീഡിയോ അല്ലെങ്കിൽ സൗണ്ടിൻ്റെ ക്ലാരിറ്റി വളരെ കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എൻ്റർടൈൻമെൻറ്റ് പർപ്പസുകൾക്ക് വേണ്ടി ഉപയോഗിക്കാറില്ല. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യുന്നത് എവിടെയാണ്? പല ഡയറക്റ്റ് സ്പീച്ച് വരുന്ന സമയത്ത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ന്യൂസ് റീഡിംഗ്, ഒരു നെറ്റ്വർക്കിൽ ന്യൂസ് റീഡിംഗ് മാത്രം അല്ലെങ്കിൽ വല്ല ഡോക്യുമെൻ്ററീസ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ സ്പീച്ച് സിഗ്നൽസ് മാത്രം ഹാൻഡിൽ ചെയ്യുന്ന കേസാണെങ്കിൽ നമുക്ക് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഉപയോഗിക്കാം. അപ്പോൾ വാട്ട് ഈസ് ദ മെയിൻ ഡ്രോബാക്ക് ഓഫ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ? ദ മെയിൻ ഡ്രോബാക്ക് ഈസ് its bandwidth is low and is equal to 2 times omega m, where omega m is the angular frequency of the modulating signal. മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ആംഗുലാർ ഫ്രീക്വൻസി കുറവായതുകൊണ്ടാണല്ലോ നമ്മൾ എന്ത് ചെയ്തത്? അയാളെ ഹൈ ഫ്രീക്വൻസി കാരിയറുമായി മിക്സ് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്തത്. ക്ലിയർ ആയില്ലേ പോയിന്റ്? ഓക്കെ, ദെൻ കുറച്ചുകൂടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, നോക്കൂ. ദെൻ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവിലേക്ക് വരുമ്പോൾ ഞാൻ 1-2 പോയിൻറ്റ്സ് കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം, നോക്കൂ. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ മോഡുലേഷൻ ഇൻഡെക്സ് കാണാനുള്ള ഒരു അനദർ ഇക്വേഷൻ ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോളൂ. പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ട് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് നോക്കണം കേട്ടോ. ജെഇക്കൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അങ്ങനെ എന്താണ് ക്വസ്റ്റ്യൻ? ഇതാ, നമുക്ക് ഇ മാക്സിമം ബൈ ഇ മിനിമം എല്ലാവരും ഒന്ന് കാണും. ഇ മാക്സിമം ബൈ ഇ മിനിമം, that is maximum voltage of the amplitude modulated wave by minimum voltage of the amplitude modulated wave. It is equal to എന്ത് എഴുതാം? AC plus AM by AC minus AM. NCERT ബുക്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു പീക്ക് വാല്യൂ ഓഫ് കാരിയർ റെപ്രസെൻറ്റഡ് ബൈ AC. ഞാൻ ആദ്യം EC എന്ന് എടുത്തിരുന്നു, AC എന്ന് എടുത്തു, ഇവിടെ AM എന്നെടുത്തു. AM പീക്ക് വാല്യൂ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോളൂ. അപ്പോൾ എന്ത് കിട്ടും? ഇ മാക്സിമം ഇൻറ്റു AC മൈനസ് ഇ മാക്സിമം ഇൻറ്റു AM ഈക്വൽ ടു എന്താ കിട്ടുക? ഇ മിനിമം ഇൻറ്റു AC പ്ലസ് ഇ മിനിമം ഇൻറ്റു AM. കറക്റ്റ് അല്ലേ? ഇനി നമുക്ക് വേണ്ടത്, നമുക്ക് മ്യൂ ആണ് കാണേണ്ടത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ AC കോമൺ ആക്കാം. അപ്പോൾ AC ഇൻറ്റു ഇ മാക്സിമം മൈനസ് ഇ മിനിമം ഇസ് ഈക്വൽ ടു, ആ സൈഡിൽ നമുക്ക് AM കോമൺ ആക്കാം. അപ്പോൾ AM ഇൻറ്റു എന്താ എഴുതാം? ഇത് അപ്പുറത്തേക്ക് എടുത്തു, ഇ മാക്സിമം പ്ലസ് ഇ മിനിമം. ഓക്കെ, നമുക്ക് AM ബൈ AC ആണ് മ്യൂ. അപ്പോൾ മ്യൂ ഈസ് ഈക്വൽ, മോഡുലേഷൻ ഇൻഡെക്സ് മ്യൂ ഈസ് ഈക്വൽ ടു AM ഡിവൈഡഡ് ബൈ AC. അപ്പോൾ നിങ്ങൾ പറയും മ്യൂ കാണാനുള്ള ഇക്വേഷൻ AM ബൈ AC. അപ്പോൾ ഇ മാക്സിമം മൈനസ് ഇ മിനിമം ബൈ ഇ മാക്സിമം പ്ലസ് ഇ മിനിമം. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ amplitude modulated wave. Expression for modulation index of the amplitude modulated wave. ഈ മാക്സിമം ക്ലിയർ ആണ്, ഈ മിനിമം ക്ലിയർ ആണ്. അപ്പോൾ പ്രോബ്ലത്തിൽ ഇങ്ങനെ പറയും പീക്ക് ടു പീക്ക് വാല്യൂ ഓഫ് AM വേവ് എന്നൊക്കെ പറയും. അപ്പോൾ PP വാല്യൂ ഓഫ് AM വേവ് എന്ന് പറയുമ്പോൾ PP വാല്യൂ എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് 2 ടൈംസ് ഇ മാക്സിമം ആയിരിക്കും കേട്ടോ. പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം. PP മാക്സിമം, പീക്ക് ടു പീക്ക് മാക്സിമം, കാരണം ഇതാണ് ആര്? മാക്സിമം. അപ്പോൾ ഇതും കൂടെ ചേർന്നാൽ 2 ടൈംസ് ഈ മാക്സിമം. അപ്പോൾ പ്രോബ്ലത്തിൽ നിങ്ങളോട് ഈ മാക്സിമം എടുക്കാൻ പറഞ്ഞാൽ ബൈ 2 എടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവിൻ്റെ പീക്ക് വോൾട്ടേജ് തന്നു, അതുപോലെ തന്നെ മിനിമം വോൾട്ടേജും തന്നാൽ നമുക്ക് എന്ത് കാണാൻ കഴിയും? മോഡുലേഷൻ ഇൻഡെക്സ് കാണാൻ പറ്റും. അപ്പോൾ 2 ഇക്വേഷൻസ് ഓർമ്മിച്ച് വയ്ക്കുക. മ്യൂ ഈക്വൽ ടു AM ബൈ AC ഓർ മ്യൂ ഈസ് ഈക്വൽ ടു ഇ മാക്സിമം മൈനസ് ഇ മിനിമം ബൈ ഇ മാക്സിമം പ്ലസ് ഇ മിനിമം. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. മോഡുലേഷൻ ഇൻഡെക്സിൻ്റെ വാല്യൂ ഏതുവരെ പോകാമെന്ന് പറഞ്ഞു? മാക്സിമം വാല്യൂ. മ്യൂവിൻ്റെ മാക്സിമം വാല്യൂ എത്ര വരെ പോകാൻ പാടുള്ളൂ? ഇറ്റ് ഈസ് ഈക്വൽ ടു 1. ഓക്കെ, അങ്ങനെ 1 വന്നാൽ അതിൻ്റെ മീനിങ് എന്താണ്? AM ഈക്വൽ ടു AC എന്നല്ലേ മീനിങ്? AM ഈക്വൽ ടു AC എന്നല്ലേ മീനിങ്? അങ്ങനെയാണെങ്കിൽ മ്യൂവിൻ്റെ വാല്യൂ എന്താവും? നോക്കൂ, മ്യൂവിൻ്റെ വാല്യൂ AM ഈക്വൽ ടു AC വന്നാൽ ഈ മിനിമത്തിൻ്റെ വാല്യൂ, ഈ മിനിമം വോൾട്ടേജ് ഉണ്ടല്ലോ, അത് കുറഞ്ഞ് ഏതുവരെ വരും? 0 വരെ വരും.
അങ്ങനെ 0 വരെ വന്നാൽ ന്യൂമറേറ്റർ 0 ആവും. ന്യൂമറേറ്റർ അല്ല, ഈ മിനിമം 0 വരും. അപ്പോൾ മ്യൂ ഈസ് ഈക്വൽ ടു 1 വരെ പോകും അല്ലേ? അപ്പോൾ ഓർമ്മിച്ച് വെച്ചോളൂ, മ്യൂ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എ എമ്മിൻ്റെ വാല്യൂയും എ സിയുടെ വാല്യൂ ഈക്വലാണ്. അപ്പോൾ ഈ മാക്സിമത്തിൻ്റെ വാല്യൂ ഏതുവരെ പോവാം? 2 ടൈംസ് എ സി വരെ പോവാം, ശരിയല്ലേ? പക്ഷേ മിനിമം വാല്യൂ 0 വന്ന് നിൽക്കും. മനസ്സിലായോ? അപ്പം മ്യൂ ഗ്രേറ്റർ ദാൻ 1 ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? മ്യൂ മോഡുലേഷൻ ഇൻഡെക്സിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഗ്രേറ്റർ ദാൻ 1 ആയുള്ള ഇഷ്യൂ എന്താ അറിയോ? മാക്സിമത്തിൽ ഇഷ്യൂ ഇല്ല, പക്ഷെ മിനിമം വരുമ്പോൾ കുറേ ഭാഗം ബ്ലാങ്ക് ആയിരിക്കും. അതായത് മിനിമം കട്ടായി പോവാന്നൊക്കെ പറയും നമ്മൾ. അപ്പോൾ ഒരിക്കലും ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ മ്യൂവിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 വരരുത്. മാക്സിമം 1 വരെ വരാം, അതിൽ കൂടാൻ പാടില്ല. അതായത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിൽ സിഗ്നലിൻ്റെ പീക്ക് വോൾട്ടേജ് ഉണ്ടല്ലോ, അത് കാരിയറിൻ്റെ പീക്ക് വോൾട്ടേജ് വരെ വരാം. ഒരിക്കലും സിഗ്നൽ വോൾട്ടേജ് കാരിയറിൻ്റെ വോൾട്ടേജിനെക്കാളും വലുത് ഉപയോഗിക്കാൻ പറ്റില്ല. അതാണ് വേറൊരു ഡ്രോബാക്ക്. അപ്പോൾ ഓർമ്മിച്ച് വെച്ചോളൂ, ഇൻ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ മ്യൂ ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 1. ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1, യെസ്, സം പാർട്ട് ഓഫ് ദ സിഗ്നൽ മേ ബി നോട്ട് ദർ. ദാറ്റ് ഈസ് it is not a best method or suitable method for transmission of signals. കേട്ടല്ലോ? അപ്പോൾ മ്യൂ മാക്സിമം ഇൻ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഈസ് 1. പ്രാക്ടിക്കൽ കേസുകളിൽ ഓർമ്മിക്കുക, ഇറ്റ് ഈസ് ലെസ് ദാൻ 1 ആയിരിക്കും. ഒരിക്കലും ഗ്രേറ്റർ ദാൻ 1 പോസിബിൾ അല്ല. ഗ്രേറ്റർ ദാൻ 1 വന്നാൽ ഓവർ മോഡുലേഷൻ ആണ്, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഓക്കെ, JEE ആസ്പിറൻസിന് വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഒരു അഡീഷണൽ പോയിന്റ് കൂടെ പറഞ്ഞുതരാം. പവർ അസോസിയേറ്റഡ് വിത്ത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ്. നമുക്കറിയാം, ഇതാണ് കാരിയറിൻ്റെ ഇക്വേഷൻ, ഇതാണ് നമ്മുടെ സിഗ്നലിൻ്റെ ഇക്വേഷൻ, ഇതാണ് നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവിൻ്റെ ഇക്വേഷൻ. ഈ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് ആ സിഗ്നലിനെയാണ് നമ്മുടെ ആൻറ്റിന ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് ക്യാരി ചെയ്യുന്ന പവർ എത്ര, അതായത് എനർജി ഇൻ യൂണിറ്റ് ടൈം എത്ര? പവർ കാണാൻ നമുക്കറിയാം വോൾട്ടേജ് സ്ക്വയർ ബൈ റെസിസ്റ്റൻസ് ആണ് ഇക്വേഷൻ. അപ്പോൾ പവർ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം പറയാം P ഈസ് ഈക്വൽ ടു വോൾട്ടേജിൻ്റെ സ്ക്വയർ ബൈ റെസിസ്റ്റൻസ്, എല്ലാവർക്കും അറിയാതെ അല്ലേ? V സ്ക്വയർ ബൈ R. ഇവിടെ 3 ടേമുകളുണ്ട്. അതാ കണ്ടോ, കാരിയർ ഉണ്ട്, അപ്പർ സൈഡ് ബാൻഡ് ഉണ്ട്, ലോവർ സൈഡ് ബാൻഡ് ഉണ്ട്. അപ്പോൾ 3 പേരും പവർ ക്യാരി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടോട്ടൽ പവർ എന്ന് പറയുമ്പോൾ 3 പേരുടെയും പവറുകൾ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. നമുക്ക് ആദ്യം കാരിയറിൻ്റെ പവർ കാണാം. അതായത് അയാളുടെ ആംപ്ലിറ്റ്യൂഡ് AC ആണ്. അങ്ങനെയാണെങ്കിൽ പവർ ഈസ് ഈക്വൽ ടു AC ബൈ √2 ഓൾ സ്ക്വയർ ഡിവൈഡർ ബൈ R എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു AC സ്ക്വയർ ഡിവൈഡർ ബൈ 2R. ഇത് ആര് ക്യാരി ചെയ്യുന്ന പവറാണ്? ഈ 3 എണ്ണത്തിൽ ഇയാൾ ക്യാരി ചെയ്യുന്ന പവറാണ് നമ്മൾ പറഞ്ഞു AC സ്ക്വയർ ബൈ 2R. എന്തിനാണ് ഞാനിവിടെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? നിങ്ങൾക്കറിയാം AC എന്ന് പറയുമ്പോൾ അത് പീക്ക് വാല്യൂ ആണ്. നമുക്ക് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ നമ്മൾ RMS വാല്യൂ ആണ് യൂഷ്വലി പറയുന്നത്. RMS വാല്യൂ കിട്ടാനാണ് നമ്മൾ √2 കൊണ്ട് ഡിവൈഡ് ചെയ്തത്. ഓക്കെ, ദെൻ നമുക്ക് ഈ സെക്കൻഡ് ടേമിലോട്ട് വരാം. പവർ നമുക്ക് USB എന്ന് എഴുതാം. USB അപ്പർ സൈഡ് ബാൻഡ്, പവർ ക്യാരിഡ് ബൈ ദി അപ്പർ സൈഡ് ബാൻഡ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് മ്യൂ AC ബൈ 2√2. എന്തുകൊണ്ടാണ് 2√2? മ്യൂ AC ബൈ 2 ആണ് ആംപ്ലിറ്റ്യൂഡ്. നമുക്ക് RMS വാല്യൂ കിട്ടാൻ √2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓൾ സ്ക്വയർ ബൈ R. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ സ്ക്വയർ AC സ്ക്വയർ ഡിവൈഡർ ബൈ 8R. ഇതാണ് ഇയാളുടെ, അതായത് മ്യൂ സ്ക്വയർ AC സ്ക്വയർ ബൈ 8R ആണ് ആര് ക്യാരി ചെയ്യുന്ന പവർ? ലോവർ സൈഡ് ബാൻഡ്. ഇതുപോലെ നമുക്കറിയാം ഒരു ലോവർ സൈഡ് ബാൻഡ് ഉണ്ട്, ഇതാ കിടക്കുന്നു. അയാൾ ക്യാരി ചെയ്യുന്ന പവർ എന്ന് പറയുമ്പോൾ സെയിം ആയിരിക്കും, കാരണം അയാളുടെ ആംപ്ലിറ്റ്യൂഡ് മ്യൂ AC ബൈ 2 ആണ്. അങ്ങനെയാണെങ്കിൽ അയാൾ ക്യാരി ചെയ്യുന്ന പവർ മ്യൂ സ്ക്വയർ AC സ്ക്വയർ ബൈ 8R. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് ക്യാരി ചെയ്യുന്ന ടോട്ടൽ പവർ കാണാൻ പറഞ്ഞാൽ ഈ 3 പവറും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. നമുക്ക് ആഡ് ചെയ്ത് നോക്കാം എന്താ കിട്ടുക. 3 കൂടെ ആഡ് ചെയ്യണം അല്ലേ? ടോട്ടൽ പവർ, ടോട്ടൽ PT എന്ന് എഴുതാം. ടോട്ടൽ പവർ ഈസ് ഈക്വൽ ടു AC സ്ക്വയർ ബൈ 2R പ്ലസ് മ്യൂ സ്ക്വയർ AC സ്ക്വയർ ഡിവൈഡർ ബൈ 8R പ്ലസ് 8R. 2 ഉണ്ട് അല്ലേ? മ്യൂ സ്ക്വയർ AC സ്ക്വയർ ഡിവൈഡർ ബൈ 8R. എന്തുകൊണ്ടാണ് 2 പ്രാവശ്യം വരുന്നത്? അപ്പർ സൈഡ് ബാൻഡിൻ്റെ എടുക്കണം, ലോവർ സൈഡ് ബാൻഡിൻ്റെ എടുക്കണം. അപ്പോൾ ടോട്ടൽ പവർ ഈസ് ഈക്വൽ ടു AC സ്ക്വയർ ബൈ 2R പ്ലസ് എന്താ എഴുതാൻ പറ്റും? മ്യൂ സ്ക്വയർ AC സ്ക്വയർ ഡിവൈഡർ ബൈ 4R. 1/8 പ്ലസ് 1/8 1/4. ദെൻ ടോട്ടൽ പവർ ഈസ് ഈക്വൽ ടു AC സ്ക്വയർ ബൈ 2R നമുക്ക് കോമൺ ആക്കി എടുക്കാം.
into 1 plus mu square by 2. Very important relation. This is the expression for power carried by amplitude modulated wave. This is the power carried by carrier wave in amplitude modulated wave. This is the power carried by lower sideband in amplitude modulated wave. This is the power carried by upper sideband in amplitude modulated wave. This is the total power. മൂന്ന് പേരും കൂടെ ക്യാരി ചെയ്യുന്ന പവർ കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഇക്വേഷനാണ് AC square by 2R into 1 plus mu square by 2. Here AC is the peak voltage of carrier. R is the antenna resistance. ചിലപ്പോൾ ആൻറ്റിന കറണ്ടൊക്കെ തരും നമുക്ക്. കറണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വോൾട്ടേജ് അറിയെങ്കിൽ റെസിസ്റ്റൻസ് കാണാം. മ്യൂ ഓൾറെഡി പറഞ്ഞു, മോഡുലേഷൻ ഇൻഡെക്സ്. മോഡുലേഷൻ ഇൻഡെക്സ് ഈസ് ദ ചേഞ്ച് ഇൻ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി കാരിയർ വേവ് ബൈ ഒറിജിനൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി കാരിയർ വേവ് ഓർ പീക്ക് വോൾട്ടേജ് ഓഫ് മോഡുലേറ്റിംഗ് സിഗ്നൽ ബൈ പീക്ക് വോൾട്ടേജ് ഓഫ് ദി കാരിയർ സിഗ്നൽ. ഇനി ഇവിടുന്ന് നിങ്ങൾക്ക് ഒരു ഫ്രീക്വൻ്റ്ലി ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, നിങ്ങൾ ജെഇക്കൊക്കെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഫ്രാക്ഷൻ ഓഫ് ടോട്ടൽ എനർജി ക്യാരിഡ് ബൈ സൈഡ് ബാൻഡ്സ്, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇതെങ്ങനെ കാണും? ഫ്രാക്ഷൻ ഓഫ് ടോട്ടൽ എനർജി ക്യാരിഡ് ബൈ സൈഡ് ബാൻഡ്സ്. അതായത് എസ് ബി എന്ന് പറയുമ്പോൾ സൈഡ് ബാൻഡ്, രണ്ടും കൂടെ ഒരുമിച്ച് എടുക്കാം കേട്ടോ. അത് എത്രയാണ് വരിക? മ്യൂ സ്ക്വയർ AC സ്ക്വയർ ഡിവൈഡർ ബൈ 4R ഓൾ ഡിവൈഡർ ബൈ AC സ്ക്വയർ ബൈ 2R. ശരിയല്ലേ? ടോട്ടൽ എന്ന് പറയുമ്പോൾ പോരാ. ടോട്ടൽ എന്ന് പറയുമ്പോൾ എന്താ ഇക്വേഷൻ എന്ന് ഇവിടെ പറയും? മ്യൂ സ്ക്വയർ ബൈ 4R ബൈ AC സ്ക്വയർ ബൈ 2R ഇൻറ്റു 1 പ്ലസ് മ്യൂ സ്ക്വയർ ബൈ 2. ഇതാണ് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് അത് കിട്ടും. ഇപ്പോൾ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റൻ എന്താണ്? ആകെയുള്ള പവറിൽ എത്ര പവറാണ് സൈഡ് ബാൻഡുകളുടെ കയ്യിലുള്ളത്? ഫ്രാക്ഷൻ ഓഫ് ടോട്ടൽ പവർ ക്യാരിഡ് ബൈ സൈഡ് ബാൻഡ് ഡിവൈഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ടോട്ടൽ പവർ കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. AC സ്ക്വയർ ബൈ 2R ഇൻറ്റു 1 പ്ലസ് മ്യൂ സ്ക്വയർ ബൈ 2 വേർ R ഈസ് ദ ആൻറ്റിന റെസിസ്റ്റൻസ്. NCERT എക്സാമ്പിൾ 15.2. മെസ്സേജ് സിഗ്നൽ ഫ്രീക്വൻസി. അപ്പോൾ FM എന്ന് എടുക്കാം. മെസ്സേജ് സിഗ്നൽ ഫ്രീക്വൻസി ഈസ് 10 കിലോഹെർട്സ്. ഓക്കെ, 10 കിലോഹെർട്സ്. പീക്ക് വോൾട്ടേജ് ഇസ് 10 വോൾട്ട്. അപ്പോൾ AM ഈക്വൽ ടു 10 വോൾട്ട്. യൂസ്ഡ് ടു മോഡുലേറ്റ് എ കാരിയർ ഫ്രീക്വൻസി 1 മെഗാഹെർട്സ്. കാരിയർ ഫ്രീക്വൻസി 1 മെഗാഹെർട്സ് കേട്ടോ, മെഗാഹെർട്സ്. ഓക്കെ, പീക്ക് വോൾട്ടേജ് 20 വോൾട്ട്. അപ്പോൾ AC 20 വോൾട്ട് തന്നിട്ടുണ്ട്. ഡിറ്റർമിൻ മോഡുലേഷൻ ഇൻഡെക്സ്. മോഡുലേഷൻ ഇൻഡെക്സ് കാണാൻ എന്താ ചെയ്യുക? മോഡുലേഷൻ ഇൻഡെക്സ് മ്യൂ ഈസ് ഈക്വൽ ടു AM ഡിവൈഡർ ബൈ AC. വാട്ട് ഈസ് AM ഹിയർ? AM 10 ഡിവൈഡർ ബൈ 20, ദാറ്റ് ഈസ് ഈക്വൽ 1/2, ദാറ്റ് ഈസ് ഈക്വൽ 0.5. ഓക്കെ, അപ്പോൾ മാക്സിമം വോൾട്ടേജ് ഏതുവരെ പോകും നോക്കൂ. കാരിയറിൻ്റെ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ മാക്സിമം വോൾട്ടേജ് എന്ന് പറയുമ്പോൾ 20 ആണ്. പക്ഷേ ആ 20 എന്ന് പറയുന്ന വോൾട്ടേജ് കൂടി ഇതുവരെ പോകാം. കൂടി വരും, പിന്നെ കുറഞ്ഞ് ഒരു മിനിമം വാല്യൂ വരെ പോകും. പിന്നെ വീണ്ടും കൂടി ഇങ്ങനെയാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് ഉണ്ടാവുക. അപ്പോൾ ഓൾറെഡി നമ്മുടെ കാരിയറിൻ്റെ വോൾട്ടേജ് 20 ആണ്. കൂടി ഏതുവരെ പോകാം? 30 വരെ പോകാം. നോക്കൂ കണ്ടോ, 30. കാരിയറിൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്ന എത്രയായിരുന്നു? 20. കുറഞ്ഞ് ഏതുവരെ പോകാം? 10. കാരണം 20 മൈനസ് 10 വരെ പോകാം. 10 കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മീനിങ് ഇതാണ്. കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 20 വോൾട്ട് ആയിരുന്നു. സിഗ്നലുമായി സൂപ്പർ ഇമ്പോസ് ചെയ്തപ്പോൾ കൂടി ഏതുവരെ വരുന്നുണ്ട്? 30 വരെ വരുന്നുണ്ട്. കുറഞ്ഞ് 10 വരെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് മോഡുലേഷൻ ഇൻഡെക്സ് 0.5 എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇതുപോലെ ഇനി കാണാൻ പറഞ്ഞത് സൈഡ് ബാൻഡ്സ് പ്രൊഡ്യൂസ്ഡ്. സൈഡ് ബാൻഡ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, സൈഡ് ബാൻഡ്സ് അപ്പർ സൈഡ് ബാൻഡ് എന്ന് പറയുമ്പോൾ USB എന്ന് പറയുമ്പോൾ FC പ്ലസ് FM ആയിരിക്കും. രണ്ടും കൂടെ ആഡ് ചെയ്ത് വരും. അപ്പോൾ നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം? 1 മെഗാഹെർട്സ് പ്ലസ് എന്താ എഴുതാം? 10 കിലോഹെർട്സ്. ഒന്നുകിൽ രണ്ടിനെയും നമ്മൾ കിലോയിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ രണ്ടിനെയും നമ്മൾ മെഗയിലേക്ക് മാറ്റണം. ഏതാ ഈസിയർ? മെഗാ എന്ന് പറയുമ്പോൾ 10⁻³ അല്ലേ? അപ്പോൾ നമുക്കിങ്ങനെ എഴുതിക്കൂടെ അതിനെ? 1000 കിലോഹെർട്സ് പ്ലസ് 10 കിലോഹെർട്സ്.
ദാറ്റ് ഈസ് ഈക്വൽ ടു 1010 കിലോ ഹെഡ്സ്, അതായത് 1.010 മെഗാ ഹെഡ്സ്. ഇതുപോലെ തന്നെ ലോവർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസി പറയൂ. ലോവർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസി, ലോവർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസി എത്ര വരും? 1000 കിലോ ഹെഡ്സ്, 1000 കിലോ ഹെഡ്സ് മൈനസ് 10 കിലോ ഹെഡ്സ്, ദാറ്റ് ഈസ് 990 കിലോ ഹെഡ്സ്. അപ്പോൾ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് അനലൈസ് ചെയ്താൽ അതിനകത്ത് ഈ 1 മെഗാ ഹെഡ്സ് മാത്രമായിരിക്കില്ല, 1 മെഗാ ഹെഡ്സ് പ്ലസ് 10 കിലോ ഹെഡ്സ് ഉള്ള സിഗ്നലും ഉണ്ട്, 1 മെഗാ ഹെഡ്സ് മൈനസ് 10 കിലോ ഹെഡ്സ് ഉള്ള സിഗ്നലും ഉണ്ടായിരിക്കും. അതായത് ഒരു റേഞ്ചാണത്. അപ്പോൾ ബാൻഡ് വിഡ്ത്ത് ചോദിച്ചാലോ, ഈ പ്രോബ്ലത്തിൽ നിങ്ങളോട് ബാൻഡ് വിഡ്ത്ത് ഓഫ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ചോദിച്ചാൽ നിങ്ങൾക്കറിയാം 10 കിലോ ഹെഡ്സ് ആണ് ഫ്രീക്വൻസി ഓഫ് ദ മോഡുലേറ്റിംഗ് സിഗ്നൽ. ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുമ്പോൾ അപ്പർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസി മൈനസ് ലോവർ സൈഡ് ബാൻഡ് ഫ്രീക്വൻസി. അപ്പോൾ നമുക്ക് 2 ടൈംസ് എന്ത് വരും? 2 ടൈംസ് മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി, അതായത് ഇതിന് ഡബിളാണ് വരും. ഞാൻ പറഞ്ഞു അതൊരു ഡ്രോബാക്ക് ആണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ്റെ, കാരണം ബാൻഡ് വിഡ്ത്ത് ഈസ് ലോ. പിന്നെ നമ്മൾ എന്തുകൊണ്ടാണ് ഇത് പ്രിഫർ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റീസൺ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചീപ്പ് മെത്തഡാണ്. അതായത് നമുക്ക് ഏറ്റവും ചിലവ് ചുരുക്കി ചെയ്യാൻ പറ്റുന്ന മോഡുലേഷൻ ടെക്നിക്കാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. അതുകൊണ്ട് ഇപ്പോഴും ചില രാജ്യങ്ങളിലൊക്കെ നമ്മളിപ്പോഴും റേഡിയോ ട്രാൻസ്മിഷനൊക്കെ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ യൂസ് ചെയ്യുന്നുണ്ട്, ഓൺലി ബിക്കോസ് ഓഫ് ചീപ്പ്. അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ ഏരിയ കവർ ചെയ്യാൻ കഴിയും, കവറേജ് ഏരിയ കൂടുതലാണ്. അതെന്തുകൊണ്ടാണ് നിങ്ങൾ ഹയർ ലെവൽ ഫിസിക്സ് പഠിക്കുമ്പോൾ പഠിക്കും, കവറേജ് ഏരിയ കൂടുതലാണ്. നമ്മൾ FM എന്നൊക്കെ പറയുമ്പോൾ FM എന്ന് പറയുമ്പോൾ ഒരു ഷോർട്ട് ഏരിയയിലേക്ക് മാത്രമേ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് AM പ്രിഫർ ചെയ്യുന്നതിന് 2 കാരണങ്ങളാണ്. ഒന്ന്, സർക്യൂട്ടറി ഈസ് ചീപ്പ്. സെക്കൻഡ് വൺ, ഇറ്റ് ക്യാൻ ഏബിൾ ടു കവർ മോർ ഏരിയ. ദാറ്റ് ഈസ് ദ മെയിൻ ഡ്രോബാക്ക്. പവർ ക്യാരീഡ് ബൈ എഫക്റ്റീവ് പവർ ക്യാരീഡ് ബൈ ദ സൈഡ് ബാൻഡ് ഈസ് ലോ. എഫക്റ്റീവ് പവർ ലോ ആണ്. പവറുണ്ട്, പക്ഷേ കുറേ കാരിയറിൻ്റെ കയ്യിലാണ്. നമുക്കറിയാം ഡിമോഡുലേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ കാരിയറിനെ ഒഴിവാക്കും. അപ്പോൾ സൈഡ് ബാൻഡുകളുടെ കയ്യിലുള്ള പവറാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ പവർ കുറവാണ്, അതാണ് ഒരു നെഗറ്റീവ്. വേറൊരു നെഗറ്റീവ് എന്താ? വേറെ നെഗറ്റീവ് ബാൻഡ് വിഡ്ത്ത് കുറവാണ്. അതായത് ഒരുപാട് വൈഡ് റേഞ്ച് ഫ്രീക്വൻസി ഒന്നും ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല. ക്ലിയർ അല്ലേ? യെസ്. എങ്ങനെയാണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് ഉണ്ടാക്കുന്നത്? എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നിങ്ങൾക്ക് BTech കമ്മ്യൂണിക്കേഷനൊക്കെ നിങ്ങൾ പോയാൽ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളായത്. ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞുതരാം. വളരെ വലിയ കാര്യങ്ങൾ ഇല്ല, കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം, നോക്കിക്കോളൂ. ഫസ്റ്റ് ഓഫ് ഓൾ, M of t എന്ന് പറയുമ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ് ഓഫ് ദ മോഡുലേറ്റിംഗ് സിഗ്നൽ, AM sin omega mt നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതുപോലെ കാരിയറിൻ്റെ ഇക്വേഷൻ ഇതാ, അതുമായിട്ട് ആഡ് ചെയ്യുകയാണ് നമ്മൾ. M of t യും C of t യും കൂടെ ആഡ് ചെയ്തു. C of t എന്ന് പറയുമ്പോൾ AC sin omega CT, കാരിയറിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജ്. ഇതിനെ X of t ആക്കി മാറ്റുന്നത്. എന്താണ് X of t? X of t എന്ന് പറയുമ്പോൾ നമുക്കിതാ സിഗ്നലിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജും കാരിയറിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജും കൂടെ നമ്മൾ സിംപ്ലി ആഡ് ചെയ്യുന്നു. അതാണ് XT. അപ്പോൾ അതാ നോക്കൂ, XT ഈസ് ഈക്വൽ ടു AM sin omega mt പ്ലസ് AC sin omega CT. ക്ലിയർ ആണല്ലോ ഈ സ്റ്റെപ്പ്? ഇനി എന്ത് ചെയ്യുന്നു അറിയോ? ഈ X of t നമുക്ക് എന്താക്കി മാറ്റണം? Y of t ആക്കി മാറ്റണം. അവിടെയാണ് നമ്മൾ സ്ക്വയർ ലോ ഡിവൈസ് ഉപയോഗിക്കുന്നു. സ്ക്വയർ ലോ ഡിവൈസ് എന്ന് പറയുമ്പോൾ ഇറ്റ് മേ ബി എ ലോജിക് ഡിവൈസ്, ലോജിക് ഗേറ്റ് ആയിരിക്കും അത്. ആ ലോജിക് ഗേറ്റിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പ്രീ ഇൻഫർമേഷൻ അനുസരിച്ച് അതിനനുസരിച്ചുള്ള ഒരു സിഗ്നൽ ജനറേഷൻ നടത്തും. ആ സിഗ്നൽ എങ്ങനെയായിരിക്കും? Y of t. എന്താണ് Y of t? Y of t ഈസ് ഈക്വൽ ടു BX plus CX സ്ക്വയർ. BX plus CX സ്ക്വയർ. വേറെ ബിയും സിയും ഒരു ഫൈനൈറ്റ് കോൺസ്റ്റൻസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ മാറ്റാം? ദ Y of t ഈസ് ഈക്വൽ ടു BX plus CX സ്ക്വയർ. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുന്ന സർക്യൂട്ടിനനുസരിച്ചിരിക്കും. നമുക്ക് എന്താണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? മോഡിഫിക്കേഷൻ വരുത്തണം. ഇവിടെ നമ്മൾ ഉപയോഗിച്ച ഡിവൈസ് ഏതാ? സ്ക്വയർ ലോ ഡിവൈസ്. എന്താ ചെയ്യുക? സ്ക്വയർ ലോ ഡിവൈസ് എക്സിന് എന്താക്കി മാറ്റും? BX plus CX സ്ക്വയർ ആക്കി മാറ്റും. ഇതാ BX. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? എക്സിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇതാ വന്നു. അതുപോലെ പ്ലസ് C ഇൻറ്റു X സ്ക്വയറിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സ്ക്വയർ ചെയ്യാൻ കുഴപ്പമില്ലല്ലോ. എക്സ് നിങ്ങൾക്ക് അറിയാം, എക്സിനെ സ്ക്വയർ ചെയ്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൊന്ന് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ടേമുകൾ ഇതാണ്: BAM sin omega mt പ്ലസ് BAC sin omega CT പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ്. കോൺസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എനർജി ക്യാരി ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ്. കോൺസ്റ്റൻറ്റുകളെ നമുക്ക് ആവശ്യമില്ല കേട്ടോ. പ്ലസ് AC സ്ക്വയർ, അനദർ കോൺസ്റ്റൻറ്റ്, നമുക്ക് ആവശ്യമില്ല. CAM സ്ക്വയർ ബൈ 2 പ്ലസ് cos 2 omega mt
minus CAM C square by 2 into cos 2 omega CT plus C into AM into AC into cos omega C minus omega M into D minus CAM into AC into cos omega C plus omega M into D. ഇത്രയും ടേമുകളുണ്ടായി. ഇതിൽ നമുക്ക് ആവശ്യം ആരെയാണ്? AM വേവ് ആണ്. ഇപ്പോൾ CM of T is equal to, അതായത് ആരെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്? കാരിയറിനെ കുറിച്ച് മാത്രം. അപ്പോൾ എന്ത് വരും? ഈ ഫസ്റ്റ് ടേം നമ്മൾ എടുക്കില്ല, കാരണം അവൻ്റെ ഫ്രീക്വൻസി വളരെ ലോ ആണ്. അവനെ കിട്ടിയിട്ട് കാര്യമില്ല. അവനെ ഒഴിവാക്കും? ഫിൽട്ടർ ഒഴിവാക്കും. ബാൻഡ് പാസ് ഫിൽട്ടർ ആരെ റിമൂവ് ചെയ്യും? വെരി ലോ ഫ്രീക്വൻസിയുള്ള ഫസ്റ്റ് ടേമിനെ ഒഴിവാക്കും. എന്തുകൊണ്ടാണ് അയാളെ ഒഴിവാക്കിയത്? ഒമേഗ എം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് സിഗ്നൽ ഫ്രീക്വൻസി, ഇറ്റ് ഈസ് എ വെരി ലോ ഫ്രീക്വൻസി. അയാളെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് അയാളെ ഒഴിവാക്കി. അത് ഒഴിവാക്കിക്കോളും? വീണ്ടും ഇലക്ട്രോണിക് സർക്യൂട്ട് ഉണ്ട്, ബാൻഡ് പാസ് ഫിൽട്ടർ ഒഴിവാക്കിക്കോളും. രണ്ടാമത്തെ ടേം BAC സൈൻ ഒമേഗ CT, അയാളെ എടുക്കാം നമുക്ക്. BAC സൈൻ ഒമേഗ CT. എന്തുകൊണ്ടാണ് അയാളെ എടുക്കുന്നത്? അയാളുടെ ഫ്രീക്വൻസി ഒമേഗ C ആണ്. നിങ്ങൾക്ക് അറിയാം കാരിയറിൻ്റെ ഫ്രീക്വൻസിയാണ്, ഇറ്റ്സ് എ ഹൈ ഫ്രീക്വൻസി. അപ്പോൾ അത് നമ്മൾ എടുത്തു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം നെഗ്ലക്റ്റ് ചെയ്തു. ഈ ടേം നമ്മൾ ഒഴിവാക്കി, ഈ ടേം എടുത്തു. ഈ ടേമും വേണ്ട, കാരണം അത് കോൺസ്റ്റൻ്റ് ആണ്. ഈ ടേം വേണ്ട, അത് കോൺസ്റ്റൻ്റ് ആണ്. അതൊക്കെ ബാൻഡ് പാസ് ഫിൽട്ടർ റിമൂവ് ചെയ്തോളും. CAM സ്ക്വയർ ബൈ 2 cos 2 ഒമേഗ D, ഇയാളെ നമുക്ക് ഒഴിവാക്കാം. കാരണം എന്താണ്? 2 ഒമേഗ MT ആണ്. നമുക്കറിയാം ഒമേഗ M ലോ ആണല്ലോ. അപ്പോൾ 2 ടൈംസ് ഒമേഗ M എന്ന് പറയുമ്പോൾ അത് ലോ ആണല്ലോ. 10 ഹെഡ്സ് ആണ് ഒമേഗ M എങ്കിൽ 2 ടൈംസ് 10 എന്ന് പറയുമ്പോൾ 20 അല്ലേ വരുന്നുള്ളൂ, അത് ഒഴിവാക്കി. പ്ലസ് CAC സ്ക്വയർ cos 2 ഒമേഗ CT, ഇതും വേണ്ട. എന്തുകൊണ്ടാണ് അത് ഒഴിവാക്കുന്നത് അറിയാമോ നിങ്ങൾക്ക്? ഇത് ഒഴിവാക്കാൻ കാരണം 2 ടൈംസ് ഒമേഗ C ആണ്. വെരി ഹൈ റേഞ്ചിലോട്ട് പോയി. നമുക്ക് ആവശ്യം എന്താ വെച്ചാൽ ബാൻഡ് പാസ് ഫിൽട്ടർ സെൻറ്റേഡ് അറ്റ് ഒമേഗ C. ഈ ഒമേഗ സിയെ ബേസ് ചെയ്ത് അങ്ങോട്ടും വരാം, ഇങ്ങോട്ടും വരാം. അപ്പോൾ നോക്കൂ, അടുത്ത രണ്ട് ടേമുകൾ നമുക്ക് ആവശ്യമുണ്ട്. കണ്ടോ? CAM AC പ്ലസ് CAM AC ഇൻറ്റു കോസ് ഒമേഗ C മൈനസ് ഒമേഗ M, കോസ് ഒമേഗ C മൈനസ് ഒമേഗ M ഇൻറ്റു T. ഇതിനെയാണ് നമ്മൾ ലോവർ സൈഡ് ബാൻഡ് എന്ന് പറയുന്നത്. മൈനസ് ഇനി വരുന്നത് ഏതാ? ഇനി ഇതാ ഒരു ടേം കൂടെ ഉണ്ട്, മൈനസ് CAM AC ഇൻറ്റു കോസ് ഒമേഗ C പ്ലസ് ഒമേഗ M ഇൻറ്റു T. ഈ ഇക്വേഷൻ എല്ലാവർക്കും ഓർമ്മ വരുന്നുണ്ടോ? ഈ ഇക്വേഷനാണ് നമ്മൾ നേരത്തെ എഴുതിയത്. അപ്പോൾ ഈ ഫോമിലോട്ട് നമുക്ക് ഇക്വേഷനെ കൊണ്ടുവരാൻ കഴിയണമെങ്കിൽ നമ്മൾ ഒരു സ്ക്വയർ ലോ ഡിവൈസും ഒരു ബാൻഡ് പാസ് ഫിൽട്ടർ സെൻറ്റേഡ് അറ്റ് ഒമേഗ സിയും ഉപയോഗിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് 3 ഹാർമോണിക് വേവ്, വൺ ഹാവിംഗ് ഫ്രീക്വൻസി ഒമേഗ സി, സെക്കൻഡ് വൺ ഹാവിംഗ് ഫ്രീക്വൻസി ഒമേഗ സി മൈനസ് ഒമേഗ എം, ആൻഡ് തേർഡ് വൺ ഹാവിംഗ് ഫ്രീക്വൻസി ഒമേഗ സി പ്ലസ് ഒമേഗ എം. കരിയർ ഫ്രീക്വൻസി, ലോവർ സൈഡ് ബാൻഡ്, അപ്പർ സൈഡ് ബാൻഡ്. ദെൻ നമുക്ക് കോൺസ്റ്റൻറ്റുകളുടെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ആദ്യത്തെ ആളുടെ ആംപ്ലിറ്റ്യൂഡ് AC എന്നും രണ്ടാമത്തെ ആളുടെ ആംപ്ലിറ്റ്യൂഡ് മ്യൂ AC/2 എന്നും തേർഡ് ടൈമിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മെഗെയിൻ മ്യൂ AC/2 എന്നും കിട്ടും. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾ അറിയേണ്ടത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് ഉണ്ടാക്കാൻ നമുക്ക് ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ വേണം. ആദ്യം ചെയ്യേണ്ടത് കരിയർ സിഗ്നലും അതുപോലെ തന്നെ മോഡുലേറ്റിംഗ് സിഗ്നലിനെയും വോൾട്ടേജുകളെ ആഡ് ചെയ്യണം, ഇൻസ്റ്റൻറ്റേനിയസ് വോൾട്ടേജുകളെ ആഡ് ചെയ്യണം. അതിന് നമ്മൾ x(t) എന്ന് പറഞ്ഞു. അതിനെ നമ്മൾ ഒരു സ്ക്വയർ ലോ ഡിവൈസ് ഉപയോഗിച്ച് y(t) ആക്കി മാറ്റി. എന്താണ് y(t)? ഇറ്റ് ഈസ് bx(t) പ്ലസ് cx(t) സ്ക്വയർ. ദെൻ അതിനുശേഷം ആ കിട്ടുന്ന സാധനങ്ങളിൽ നമ്മൾ വെരി ലോ ഫ്രീക്വൻസിയും വെരി ഹൈ ഫ്രീക്വൻസിയും ഒഴിവാക്കി കരിയർ ഫ്രീക്വൻസിയെ സെൻട്രൽ വെച്ചുകൊണ്ട് ലോവർ സൈഡ് ബാൻഡ് എടുക്കുന്നു, അപ്പർ സൈഡ് ബാൻഡ് എടുക്കുന്നു. കോൺസ്റ്റൻ്റ് ആയ ടേമുകളെ നമ്മൾ റിമൂവ് ചെയ്യുന്നു. അതിന് സഹായിച്ചത് ആരാണ്? ബാൻഡ് പാസ് ഫിൽട്ടർ സെൻറ്റേഡ് അറ്റ് ഒമേഗ നോട്ട്. സോ നമ്മൾ റിക്വയർഡ് ഇക്വേഷനിലേക്ക് എത്തിച്ചേർന്നു. ഓക്കെ, ഇപ്പോൾ സ്കൂൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ അറിയേണ്ടത് ഏതൊക്കെ അറേഞ്ച്മെൻറ്റുകൾ ഉപയോഗിച്ചാണ് ഈ കൺവേർഷൻ നടത്തിയത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം നമ്മളിന്ന് മോഡുലേഷനെ കുറിച്ചാണ് പറഞ്ഞത്. അതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനാണ്. അതാണ് നമുക്ക് ഡീറ്റെയിൽ ആയി പഠിക്കാനുള്ളത്. അതിൽ പ്രൊഡക്ഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഫ്രീക്വൻസി മോഡുലേഷനും പൾസ് മോഡുലേഷനും എല്ലാം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. കൂടുതൽ ഡെപ്തിൽ നിങ്ങൾക്ക് പഠിക്കാനില്ല. ഇപ്പോൾ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ കൂടുതൽ നോക്കേണ്ടത് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനിലാണ്. ഇപ്പം നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് വീണ്ടും ഫ്രീക്വൻസി മോഡുലേഷനും പൾസ് മോഡുലേഷനുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ.